തൃശൂർ ആതിരപ്പള്ളിയിലെ മലയോര ജനതയ്ക്ക് ആശ്വാസം പകർന്നു നിർമ്മിച്ച സൗരോർജ വൈദ്യുതി വേലി വയ്യാവേലിയാകുന്നു. കാട്ടാനശല്യം പരിഹരിക്കാനായി കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന സൗരോർജ വൈദ്യുതി വേലി ആസൂത്രണത്തിലെ പിഴവ് മൂലം ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. കാട് വിട്ട് നാട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടങ്ങൾ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർത്തതോടെയാണ് ആനകളെ തുരത്താൻ സൗരോർജ വൈദ്യുതി വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനങ്ങൾ രംഗത്ത് വന്നത്. മലയോര ജനതയ്ക്ക് ആശ്വാസമായി സൗരോർജ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചു തുടങ്ങിയപ്പോൾ നാട്ടുകാർക്കത് പൊല്ലാപ്പാവുകയാണ്. ആസൂത്രണത്തിലെ പിഴവും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത്. വിരിപ്പാറ മുതൽ കണ്ണൻകുഴി തോട് വരെ നിർമ്മിച്ച സൗരോർജ തൂക്കുവേലിയാണ് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആനകൾ തകർത്തത്. കൃത്യമായി വൈദ്യുതി പ്രവഹിക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ആനകൾ വേലി തകർക്കുവാൻ കാരണം. പുഴയുടെ ഇരുകരകളിലുമായി 14 കോടി രൂപ ചെലവിൽ വൈദ്യുതി വേലിയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. 24 hours കറണ്ട് ഉണ്ടെന്ന് പറയുന്ന ഫെൻസിംഗ് ആണ് കാണുന്നത്. ഇതിന് ചാർജിലോ ഒന്നുമില്ല. എത്ര ദിവസങ്ങളായി ഇത് പൊട്ടി കിടന്ന് മറിഞ്ഞു കിടക്കണം. കൈയോടെ ഫെൻസിങ് വെക്കുകയും വാച്ചർമാരെ നിർത്തുകയും ചെയ്താലേ ഇത് നേരെയായി പോവുള്ളൂ. അല്ലാത്ത പക്ഷെ ഇത് ഇങ്ങനെ കിടന്ന് നശിച്ചു പോവുള്ളൂ. 2.25 കോടി രൂപ വെള്ളത്തിൽ വരച്ച മാതിരിയായി. പരിയാരം പഞ്ചായത്തിലെ വിരിപ്പാറ മുതൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ കണ്ണൻകുഴി വരെയുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാനാണ് വേലി നിർമ്മിക്കുന്നത്. എന്നാൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴി മുതൽ പിള്ളപ്പാറ വരെ വനാതിർത്തിയോട് ചേർന്ന് പഴയ സൗരോർജ വേലി ഉണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇത് നാശത്തിന്റെ വക്കിലാണ്. വനത്തിൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം വന്യമൃഗങ്ങൾ വനാതിർത്തിയോട് ചേർന്നുള്ള സൗരോർജ വേലി തകർത്ത് ജനവാസ മേഖലയിൽ രാപ്പകലിറങ്ങുകയാണ്. തകർത്ത വൈദ്യുതി വേലി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനാൽ ആനകൾ ജനവാസ മേഖലയിൽ സ്വൈര്യവികാരം നടത്തുന്നു. വനം വകുപ്പ് അധികൃതർ കാട്ടാനകളെ പുഴ കടത്തി പ്ലാന്റേഷൻ മേഖലയിലെ വനത്തിലേക്ക് കടത്തിവിടണമെന്നും വെറ്റിലപ്പാറയിലെ വനാതിർത്തിയോട് ചേർന്നുള്ള വൈദ്യുതി വേലിയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പ്രവർത്തനക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ.